ആശ്വാസമേശു, ആശ്രയമേശു, പ്രത്യാശയെന്നേശു. എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് വലിയതുറ വില്ല പാതുവ കപ്പൂച്ചിൻ ആശ്രമം സുപ്പീരിയർ ഫാദർ വർഗീസ് ചെമ്പോലി കപ്പൂച്ചിൻ അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. പൗരോഹിത്യ ശുശ്രൂഷകളിൽ 41 വർഷങ്ങൾ പൂർത്തീകരിച്ച ഫാദർ വർഗീസ് ചെമ്പോലി എറണാകുളം ജില്ലയിൽ വരാപ്പുഴ താന്നിക്കപ്പറമ്പിൽ പത്രോസിൻ്റെയും അന്നയുടെയും മകനായി 1955 ജൂൺ 21 ജനിച്ചു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഒരു കപ്പുച്ചിൻ വൈദികനാണ്. 1970 ഞാൻ കപ്പുച്ചിൻ സെമിനാരിയിൽ ചേർന്നത്. സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പ് ഉണ്ടായ ചില സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു, അച്ചോ, അവനെ ഇനി എന്തിനു കൊള്ളാം. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവൻ ആരാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവൻ എൻ്റെ മകനാണച്ചോ. അവൻ എന്ത് പറ്റി ഇങ്ങനെ ചോദിക്കാൻ, അവനെ ഇനി എന്തിനു കൊള്ളാമെന്ന്. കരഞ്ഞുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, അവൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയച്ചോ, അതുകൊണ്ട് അവനിനി എന്തിനു കൊള്ളാം. പെട്ടെന്ന് എന്ത് പറയണമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഓർത്തു. അത് ഞാനിങ്ങനെ തുടങ്ങി, പ്രിയപ്പെട്ട സഹോദരി, ഞാൻ 9ാം ക്ലാസ്സിൽ തോറ്റതിനെ ഓർത്ത് ഇപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായില്ല, തോറ്റതിന് എന്തിനാണ് നന്ദി പറയുക. പക്ഷെ അവർ കരച്ചിൽ നിർത്തി. എൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു, ഞാൻ 9ാം ക്ലാസ്സിൽ തോറ്റതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കപ്പുച്ചിൻ വൈദികനായി. അപ്പോഴും അവർക്കും കണക്ഷൻ കിട്ടിയില്ല. തോറ്റതുകൊണ്ട് എങ്ങനെ വൈദികനായി? എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഉടനെ പിടികിട്ടി കാണത്തില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് കൂനമ്മാവിലെ സെൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ കപ്പുച്ചിൻ അച്ഛന്മാർ ആദ്യമായി വൊക്കേഷൻ പ്രൊമോഷന് വേണ്ടി കടന്നു വന്നത്. ഞാൻ ഓർക്കുന്നു, എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറായ ഫാദർ ജെറിൻ കപ്പുച്ചിൻ സെൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ വന്ന് സ്കൂളിൻ്റെ മാനേജരായ വികാരി അച്ഛനെ കണ്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ക്രിസ്തീയ വിദ്യാർത്ഥികളെയും ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് കണ്ടാൽ കൊള്ളാം. കപ്പൂച്ചിൻ സഭയെക്കുറിച്ച് അവരോട് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ഒരു അറ്റൻഡർ പറഞ്ഞു, വികാരി അച്ഛൻ, മാനേജർ അച്ഛൻ ഇപ്രകാരം പറയുന്നു, കുട്ടികളെ ഒരുമിച്ച് കൂട്ടുക. അങ്ങനെ ഒരുമിച്ച് കൂട്ടി ജെറിനച്ഛൻ കപ്പുച്ചിൻ സഭയെക്കുറിച്ചും ദൈവവിളിയെക്കുറിച്ചുമൊക്കെ വളരെ വാചാലമായി കുട്ടികൾക്ക് ആകർഷണീയമായ വിധത്തിൽ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആനുവൽ എക്സാമിനേഷൻ കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് ഒരു ദൈവവിളി ക്യാമ്പുണ്ടായിരിക്കും. ആ ക്യാമ്പിൽ നിങ്ങൾ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും പേര് എഴുതിയെടുത്തു. താല്പര്യമുള്ളവരുടെ പേര് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടികൾ മിക്കവരും പേര് കൊടുത്തു. കാരണം വെക്കേഷൻ്റെ സമയത്ത് ഒരാഴ്ച ഇങ്ങനെ മാറി നിന്ന് പല കലാപരിപാടികളൊക്കെ ഉള്ള ഈ ഒരു വൊക്കേഷൻ ക്യാമ്പിൽ പങ്കെടുക്കാമല്ലോ. ആ ലിസ്റ്റ് ജെറിനച്ഛൻ വികാരിയച്ഛനെ കാണിച്ചു. വികാരിച്ചൻ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 10-20 പേരുടെ
പേരിൽ ചുരുക്കി അതിലൊരാൾ ഒരു പേര് എൻ്റെ ആയിരുന്നു. SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ്റെ സമയത്ത് ജൊരനച്ചൻ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പിൻ്റെ സമയമായി. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ സെബാസ്റ്റ്യൻ എന്നാണ് പേര്, കുഞ്ഞപ്പൻ എന്ന് വീട്ടിൽ വിളിക്കും. കുഞ്ഞപ്പൻ ചേട്ടൻ എന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പൊന്നുരുന്തി ആശ്രമത്തിൽ, അവിടെ വൈറ്റിലയ്ക്കും തമ്മനത്തിനുമിടയ്ക്കുള്ള പൊന്നുരുന്തിയിലെ കപ്പുച്ചിൻ ആശ്രമത്തിൽ ഈ ക്യാമ്പിന് കൊണ്ടുപോയി. കപ്പുച്ചിൻ ആശ്രമം പൊന്നുരുന്തിയിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരാശ്രമമാണ്. ദൈവദാസനായ തിയോഫിനച്ചനാണ് ആ ആശ്രമം തുടങ്ങിയത്. തിയോഫിനച്ചൻ്റെ ആ ഒരു ഓർമ്മ തിരുനാളിൽ ഏതാണ്ട് 100,000-ഓളം ആൾക്കാർ അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ക്യാമ്പിലൊക്കെ പങ്കെടുത്തു. ആ ക്യാമ്പ് നല്ല അടിപൊളി ക്യാമ്പായിരുന്നു. വന്നവർക്കൊക്കെ ഇഷ്ടമായി. എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു അതൊക്കെ നോക്കിയിട്ട് അവർ ഒരു സെലക്ഷൻ നടത്തും. എന്നിട്ട് അവസാന ദിവസത്തിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അവർ സെലക്ട് ചെയ്തവരെക്കുറിച്ച് അങ്ങോട്ട് പറയും, ഞങ്ങൾക്കിഷ്ടമായി, താങ്കൾക്കിഷ്ടമാണെങ്കിൽ SSLC റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നോളൂ. എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ താല്പര്യമുണ്ട്, കപ്പുച്ചിൻ സഭയിൽ ചേരാൻ താല്പര്യമുണ്ട്. ജരുണച്ചനും മറ്റ് ടീമംഗങ്ങളും പറഞ്ഞു, കൊള്ളാം, റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെ അറിയിക്കുക. അങ്ങനെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ജരുണച്ചനെയും ടീമംഗങ്ങളെയും അറിയിച്ചു. അവർ എന്നോട് പറഞ്ഞു, കൊള്ളാം, ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 ജോഡി വൈറ്റ് ഡ്രസ്സ്, പിന്നെ അത്യാവശ്യം എഴുതാനും പഠിക്കാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ ഞാൻ സെമിനാരിയിൽ ചേർന്നു. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് എൻ്റെ മകനെ ഇനി എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച ആ സഹോദരിയുടെ കരച്ചിൽ മാറി. അവർക്കൊരു പ്രത്യാശ വന്നു. 9ാം ക്ലാസ്സിൽ തോറ്റുകൊണ്ട് ഈ അച്ഛൻ വൈദികനായി. എന്താണതിന് കാരണം? ആദ്യമായിട്ട് കപ്പുച്ചിൻ അച്ഛന്മാർ വൊക്കേഷൻ പ്രൊമോഷന് വേണ്ടി സെൻറ്റ് ഫിലോമിനാസ് സ്കൂളിൽ വന്നത്, ഞങ്ങളുടെ ഇടവകയിൽ വന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ തോറ്റില്ലായിരുന്നുവെങ്കിൽ ഈ കപ്പുച്ചിൻ അച്ഛൻ അവിടെ വരുമ്പോൾ ഞാൻ അവിടെ കാണത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ചില പരാജയങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വേദനാജനകമായ അനുഭവങ്ങളുമൊക്കെ അതിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ നിന്നും SSLC പഠനം പൂർത്തീകരിച്ച 1970 പൊന്നുരുന്തി കപ്പുച്ചിൻ ആശ്രമ അംഗമായി സെമിനാരി ജീവിതം ആരംഭിച്ചു. തുടർന്ന് കൊല്ലം സെന്റ് ആൻസ് സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്നും പ്രീഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് തൃശൂർ കാൽവരി ആശ്രമത്തിൽ നിന്നും 3 വർഷത്തെ ഫിലോസഫിക്കൽ കോഴ്സും പൂർത്തിയാക്കി മൂവാറ്റുപുഴയിലെ ലോററ്റോ ആശ്രമത്തിൽ 1 വർഷത്തെ നോവിഷ്യേറ്റ് പൂർത്തീകരിച്ച് 1984 ഡിസംബർ 31 അഭിവന്യ ജോസഫ് കേളന്തര പിതാവിനാൽ വൈദിക പട്ടം സ്വീകരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം 1 മുതൽ നേരിട്ട് 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുകയായിരുന്നു എന്നെ. 1 മുതൽ 10 വരെ സെൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ തന്നെയായിരുന്നു. എൻ്റെ മാമോദീസ, എൻ്റെ മറ്റ് ആദ്യ കുർബാന സ്വീകരണം, ഒപ്രീഷ്മ, കൺഫർമേഷൻ, എന്തിന് തിരുപ്പട്ടം പോലും ആ പള്ളിയിൽ വെച്ചായിരുന്നു. ഞാൻ സെമിനാരിയിൽ ചേർന്ന വർഷം
1970 വർഷത്തിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ഫൈനൽ പരീക്ഷ പാസ്സായി സെമിനാരിയിൽ ചേർന്നു. പൊന്നുരുന്തിയിലെ കപ്പുച്ചൻ ആശ്രമത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ചേർന്നത്. അവിടെ ആദ്യമായിട്ട് ചേരുന്ന സെമിനാരിയൻസിനെ സ്വീകരിച്ച് പ്രഥമ വിദ്യാഭ്യാസത്തിനായി, സന്യാസ പരിശീലനത്തിനായി കൊല്ലത്ത് സെൻറ്റ് ആൻ്റണീസ് സെമിനാരിയിൽ, കൊല്ലത്തെ സെൻറ്റ് ആൻ്റണീസ് സെമിനാരി കൊല്ലത്തുള്ള തില്ലേരിപ്പള്ളി എന്ന് ആ പ്രദേശം മുഴുവനും അറിയപ്പെടുന്നതാണ്. കൊല്ലത്തെ SN കോളേജിൻ്റെ ആ റോഡിന് നേരെ എതിർവശത്തായിട്ട്, റോഡിനപ്പുറത്തായിട്ടുള്ള വളരെ പഴക്കമുള്ള ഒരു, കേരളത്തിൽ തന്നെ ഏതാണ്ട് പ്രഥമമായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ആദ്യത്തെ ആശ്രമങ്ങളിൽ ഒന്നാണ്. അവിടെ വെച്ചാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന കപ്പുച്ചൻ അച്ഛന്മാരുടെ വളരെ മേജർ സ്റ്റഡീസൊക്കെ, ഫിലോസഫിയും തിയോളജിയും ഫിലോസോഫിക്കൽ തിയോളജിക്കൽ ട്രെയിനിങ്ങൊക്കെ നടന്നത് അവിടെയാണ്. കൂനമ്മാവ് പള്ളിയിൽ വെച്ച് ആദ്യമായിട്ട് നടന്ന ഒരു തിരുപ്പട്ട ആഘോഷം എൻ്റേതായിരുന്നു. അതാകട്ടെ 1984 ഡിസംബർ മാസം 31-ാം തീയതിയായിരുന്നു. അതിനു മുമ്പും കൂനമ്മാവ് ദൈവവിളിയുടെ ഒരു വിളനിലയം നിലം എന്നാണ് അറിയപ്പെടുക. ഒരുപാട് കന്യാസ്ത്രീകളും അച്ഛന്മാരും സന്യാസിനികളുമൊക്കെ, സന്യാസിനികളും വൈദികരും കൂനമ്മാവ് ഇടവകയിൽ നിന്ന് ലോകത്തിനും സമൂഹത്തിനും സഭയ്ക്കും ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നടന്ന തിരുപ്പട്ട ആഘോഷം എൻ്റേതായിരുന്നു. അതിനുശേഷം പല തിരുപ്പട്ട ആഘോഷങ്ങളും അവിടെ നടന്നിട്ടുണ്ടാകാം. പക്ഷെ ചരിത്രം കുറിച്ച ആദ്യത്തെ തിരുപ്പട്ട ദാന ശുശ്രൂഷ നടന്നത് എൻ്റെ തിരുപ്പട്ടത്തിനായിരുന്നു. അഭിവന്യ മെത്രാൻ ജോസഫ് കേളന്തറയായിരുന്നു എനിക്ക് തിരുപ്പട്ടം നൽകിയ മെത്രാൻ. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അല്പം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ പിതാവിൻ്റെ പേര് പത്രോസ് എന്നാണ്. എൻ്റെ മാതാവിൻ്റെ പേര് അന്ന എന്നാണ്. ഞങ്ങളുടെ വീട്ടുപേര് താന്നിക്കാപ്പറമ്പിൽ എന്നാണ്. എന്നാൽ ഞങ്ങൾ അറിയപ്പെടുന്നത് ചെമ്പോലിക്കാരെന്നാണ്. ഇപ്പോൾ ഞാൻ അറിയപ്പെടുക ഫാദർ വർഗീസ് ചെമ്പോലി കപ്പച്ചിൻ എന്നാണ്. അങ്ങനെ സെമിനാരിയിൽ ചേർന്നു, വൈദിക പഠനം തുടർന്നു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. കപ്പുച്ചൻ സെമിനാരിയിൽ നിന്ന് കോളേജിൽ പോയി ഡേ സ്കോളർ വിദ്യാർത്ഥികളായി പഠനം നടത്തിയ സെമിനാരിയൻസിൻ്റെ അവസാനത്തെ ബാച്ചായിരുന്നു എൻ്റേത്. അങ്ങനെ കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ പഠിച്ച് പ്രീ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ വൈദിക പഠന ശുശ്രൂഷകൾ ട്രെയിനിങ് വേറെ സ്ഥലത്തേക്ക് മാറി. പിന്നെ തൃശ്ശൂർ പൂത്തോൾ എന്ന സ്ഥലത്ത് അരുണാട്ടുകര പാരിഷ് ബൗണ്ടറിയിലുള്ള പൂത്തോളിൽ കാൽവരി ആശ്രമം, അവിടെ വെച്ചായിരുന്നു എൻ്റെ ഫിലോസോഫിക്കൽ കോഴ്സ്. 3 വർഷത്തെ ഫിലോസോഫിക്കൽ കോഴ്സ് കഴിഞ്ഞ് 1 വർഷത്തെ നൊവീഷ്യേറ്റിനായി മൂവാറ്റുപുഴയിലെ ലൊറേറ്റോ ആശ്രമത്തിൽ വെച്ചായിരുന്നു എൻ്റെ നൊവീഷ്യേറ്റ്. ഈ ട്രെയിനിങ് കാലഘട്ടത്തിലെല്ലാം ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകുവാനും ചില പാരിഷുകളിൽ വേദപാഠം പഠിപ്പിക്കാനുമൊക്കെ പോകാനായിട്ടുള്ള അവസരങ്ങളുണ്ടായി. മാത്രമല്ല, തൃശ്ശൂർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ BCC ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അതിനോടനുബന്ധിച്ചുള്ള കുടുംബ യൂണിറ്റുകൾ തൃശ്ശൂർ രൂപതയിൽ വളരെ ആക്റ്റീവായിരുന്നു. ദൈവാനുഗ്രഹത്താൽ
ഞങ്ങളുടെ റെക്ടറും മറ്റച്ഛന്മാരും ഒക്കെ കപ്പുച്ചിൻ സന്യാസ വൈദിക പരിശീലനത്തിനിടയിൽ ഇങ്ങനെ കുടുംബ യൂണിറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുവാൻ അവസരം തന്നിരുന്നു. അതൊക്കെ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ കാണുകയാണ്. ജനങ്ങളുമായിട്ട് ഇടപഴകുവാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കുറേ കൂടി മനസ്സിലാക്കാനും അതനുസരിച്ച് ചില ഉപദേശങ്ങളൊക്കെ വചനാധിഷ്ഠിതമായി പങ്കുവെക്കാനുമൊക്കെ സാധിച്ചത് വലിയ അനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒട്ടനവധി വൈദികർക്കും സന്യസ്തർക്കും ജന്മം നൽകിയിട്ടുള്ള കൂനമാവ് സെന്റ് ഫിലോമിനാസ് ഇടവകയിൽ ആദ്യമായി തിരുപ്പട്ട സ്വീകരണം ലഭിച്ചത് ഫാദർ വർഗീസ് ചെമ്പോലി കപ്പൂച്ചിൻ അച്ഛനായിരുന്നു. കപ്പൂച്ചിൻ സഭാ വൈദികനായി 41 വർഷങ്ങൾ പൂർത്തീകരിച്ച ഫാദർ വർഗീസ് ചെമ്പോലി കപ്പൂച്ചിൻ അച്ഛൻ ഇപ്പോൾ തിരുവനന്തപുരം വലിയതുറ വില്ല പാതുവ കപ്പൂച്ചിൻ ആശ്രമ സുപ്പീരിയറായി ശുശ്രൂഷ ചെയ്തു വരുന്നു. 1984 ഡിസംബർ മാസം 84 അവസാനത്തെ ദിവസം അന്ന് രാത്രിയായിരുന്നു, പാതിര കുർബാനയായിരുന്നു എൻ്റെ പ്രഥമ വൈദിക തിരുക്കർമ്മം കുർബാന അർപ്പണ ദിവസം. 84 അവസാനം, 85 തുടക്കം. അത് വലിയ നല്ല ഒരു അനുഭവമായിരുന്നു. എൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ ഏതാണ്ട് 12-13 വർഷത്തെ ട്രെയിനിങ്ങിലെ 8 വർഷം തൃശ്ശൂരായിരുന്നു. 1 വർഷം കണിമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ പറമ്പിലച്ഛൻ്റെ ആ സ്ഥലം കപ്പൂച്ചൻ സഭയ്ക്ക് എഴുതി കൊടുത്തു. അവിടെ വെച്ച് പ്രീ നോവിഷ്യേറ്റ് 1 വർഷമുണ്ടായിരുന്നു. അതിനുശേഷം ഫിലോസോഫിക്കൽ കോഴ്സ് 3 വർഷം. അത് കഴിഞ്ഞ് 1 വർഷം നോവിഷ്യേറ്റ് മൂവാറ്റൂരിലെ ലൊറേറ്റോ ആശ്രമത്തിൽ വെച്ച്. അപ്പോൾ പല പ്രോവിൻസിൽ നിന്നുള്ള വൈദിക പഠന കപ്പുച്ചിൻ വൈദിക പഠന ബ്രദേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ പല പ്രൊവിൻസുകളിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രെയിനിങ് പീരീഡൊക്കെ വളരെ സന്തോഷപ്രദമായ അനുഗ്രഹപ്രദമായ ഒന്നായിരുന്നു. വൈദിക പട്ട സ്വീകരണം കഴിഞ്ഞ് എന്നെ ഒരു 6 മാസത്തെ ട്രെയിനിങ്ങിനായി പൂനെയിൽ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ NVSC നാഷണൽ വൊക്കേഷൻ സർവീസ് സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ ഇത് കുട്ടികൾക്കുള്ള അവരെ പഠിപ്പിക്കുന്നതിനുള്ള, പ്രത്യേകിച്ച് നൊവിഷ്യേറ്റിലൊക്കെ നോവീസസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി അവരെ സഹായിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. അത് 6 മാസത്തെ ട്രെയിനിങ്ങാണ്. അപ്പോൾ 1985 ഏതാണ്ട് ഫെബ്രുവരി ആരംഭത്തോടുകൂടി തുടങ്ങി. അങ്ങനെ ഒരു 6 മാസത്തോളം അങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിന് ശേഷം ഞങ്ങളുടെ കൊടപ്പനക്കുന്നിൽ, തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്നിൽ മേരിഗിരി ആശ്രമത്തോട് ചേർന്നായിരുന്നു ഞങ്ങളുടെ പ്രോവിൻസിലെ നൊവിഷ്യേറ്റ്. ഒരു പാട്രിക് വൈഗസ് എന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ കപ്പുച്ചിൻ അച്ഛനായിരുന്നു ഞങ്ങളുടെ പ്രോവിൻസിലെ ആദ്യത്തെ നോവിസ് മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് നോവിസ് മാസ്റ്ററായി ഞാൻ നിയമിക്കപ്പെട്ടു. അതിനുള്ള ഒരു ട്രെയിനിങ്ങാണ് 6 മാസക്കാലം പൂനെയിൽ ദിനോബിലി കോളേജിൻ്റെ ആ കോമ്പൗണ്ടിൽ തന്നെ ഉള്ള ഈ നാഷണൽ വൊക്കേഷൻ സർവീസ് സെൻറ്റർ NVSCയിൽ ട്രെയിനിങ്. പല കോൺഗ്രിഗേഷനിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള അല്പം പ്രായമുള്ള അച്ഛന്മാരും കന്യാസികളുമൊക്കെ ആ ട്രെയിനിങ് പ്രോഗ്രാമിലുണ്ടായിരുന്നു.
പല വിധത്തിലുള്ള പല രാജ്യത്തിൽ നിന്ന് ആൾക്കാർ, ആഫ്രിക്കയിൽ നിന്ന് പോലും ഒരു കന്യാസ്ത്രീ ട്രെയിനിങ്ങിലുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നും പല കോൺഗ്രിഗേഷനിൽ നിന്നും. അതും ഒരു വലിയ ഒരു എക്സ്പോഷർ ആയിട്ട് എനിക്ക് തോന്നി. പല വിധത്തിലുള്ള പല രാജ്യക്കാർ, പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല സംസ്കാരത്തിലുള്ളവർ, അതൊക്കെ എൻ്റെ സന്യാസ ജീവിതത്തിന് വളരെ വലിയ മുതൽക്കൂട്ടായിരുന്നു. സെമിനാരിയിൽ അസിസ്റ്റൻ്റ് നോവീസ് മാസ്റ്ററായി 2-3 വർഷം പ്രവർത്തിച്ചതിന് ശേഷം ഞാനിപ്പോഴായിരിക്കുന്ന ഈ വലിയ തുറയിലെ വില്ല പാതുവ ആശ്രമത്തിൽ 1 വർഷം എന്നെ ചാർജ് ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു സോഷ്യൽ സെൻ്ററായിരുന്നു. പിന്നെ ഈ തുറകളിലുള്ള മിക്ക പാരീഷുകളിലും ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകൾ നൽകുവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അത് 1 വർഷം. അതിനുശേഷം എന്നെ നോവീസ് മാസ്റ്ററായിട്ട് നിയമിച്ചു. വീണ്ടും കൊടപ്പനക്കുന്നിലേക്ക് പോയി. കൊടപ്പനക്കുന്നിൽ ഏതാണ്ട് 2 വർഷം നോവീസ് മാസ്റ്ററായി പ്രവർത്തിച്ചതിന് ശേഷം ഒമാനിൽ നിന്ന് ഒരു ക്ഷണം കിട്ടുകയാണ്. ആയിരത്തി 1970 സെമിനാരിയിൽ ചേർന്നു. 84 എനിക്ക് വൈദിക പട്ടം കിട്ടി. അതിനു മുമ്പ് എൻ്റെ പ്രഥമ വ്രതവാഗ്ദാനവും പിന്നെ സോളം പ്രൊഫഷനുമൊക്കെ നടന്നു. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വൈദിക സന്യാസ ജീവിതം വളരെ സന്തോഷപ്രദമായിരുന്നു, അനുഗ്രഹപ്രദമായിരുന്നു. ഞാൻ വീണ്ടും എൻ്റെ വൈദിക ജീവിതത്തെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഉപവാസ പ്രാർത്ഥനയാൽ തോൽപ്പിക്കും സാത്താനെ. ഉപവാസ പ്രാർത്ഥനയാൽ തോൽപ്പിക്കും സാത്താനെ. കൃപകൾ നേടി മുന്നേറുമേ യേശുവിൻ സാക്ഷികളാ. 41 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ ഇന്ത്യയിലും വിദേശത്തുമായി നിരവധിയിടങ്ങളിൽ പൗരോഹിത്യ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടു. ഇപ്പോൾ തിരുവനന്തപുരം വലിയതുറ വില്ല പാതുവ ആശ്രമം കേന്ദ്രീകരിച്ച് തീരദേശ മേഖലയിൽ നിരവധി ശുശ്രൂഷകൾക്ക് ഫാദർ വർഗീസ് ചെമ്പോലി കപ്പൂച്ചിൻ അച്ഛൻ നേതൃത്വം നൽകി വരുന്നു. നിരന്തരമായ പ്രാർത്ഥനകളിലൂടെയും നിരവധിയായ ദൈവിക അനുഭവങ്ങളിലൂടെയും ദീർഘവർഷങ്ങളിലെ പൗരോഹിത്യ ആശ്രമ ജീവിതം തുടരുന്ന ഫാദർ വർഗീസ് ചെമ്പോലി കപ്പൂച്ചിൻ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ ഇനിയും പറയുവാൻ ഏറെയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഫാദർ വർഗീസ് ചെമ്പോലി കപ്പൂച്ചിൻ അച്ഛൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.